get ready with me എന്തിന് മോർണിംഗ് വാക്ക്. അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം എന്താ, ഞാൻ മോർണിംഗ് വാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. നന്ദു ഒരു ഹായ്. നന്ദു ഉണ്ട്. ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വർക്ക്? കുറേ വേർക്കണതാണ് ഈക്വൽ ടു സാറ്റിസ്ഫാക്ഷൻ ലെവൽ. സോ ഞാനും വേർത്ത്, പക്ഷേ ഈ ക്യാമറയിൽ അങ്ങോട്ട് കാണാൻ പറ്റില്ല. എന്താ ഓക്കെ. എന്നിട്ട് നമ്മളിതാ ഒരു പാർക്കെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് ഫ്യൂച്ചറിൽ പാർക്കാവും. ഇതാണ് സംഭവം. ഇനിയിപ്പം ഒരു 2 വർഷത്തിനകത്ത് ആവും എന്നൊക്കെയാണ് എല്ലാവരും പറയണത്. ഇപ്പം അതിൻ്റെ ബേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ നിരത്തിയിട്ടേക്കണതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താണ് മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കും. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടും, എന്നും ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. മീൻസ് ഇപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇന്ന് വർക്കൗട്ടിന് മീൻസ് ഇന്ന് മോർണിംഗ് വാക്ക് ചെയ്തോ എന്ന് ആൾക്കാരിങ്ങനെ നോക്കും. അപ്പം നമുക്കും നാണക്കേട് കൊണ്ട് നമ്മൾ മടി പിടിച്ചാലും എണീറ്റ് പോവുകയും ചെയ്യും. അപ്പം അതാണ് അതിൻ്റെ ഒരു എന്താ പറയണേ, ഒരിത്. ഓക്കെ. അപ്പം ഇനി നമ്മൾ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ട്. മാറ്റി വെച്ച പ്രസൻറ്റേഷനാണ്. മൺഡേ ഉള്ള പ്രസൻറ്റേഷൻ മാറ്റി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, പഠിക്കണം. ഈ ഒരു സാധനം മാറ്റി വെച്ച് എനിക്കിഷ്ടമല്ല. അന്നത്തെ ദിവസം ചിലപ്പോൾ പഠിക്കുമായിരിക്കും, പിന്നെ അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ ആ മൂടങ്ങ് പോവും. എന്നിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കണം. അല്ലെങ്കിൽ ഇന്ന് ഞാൻ എയറിലായിരിക്കും. ഓക്കെ. അപ്പം ഇനി ഞാൻ കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് വരാം. രാവിലെ തന്നെ പിന്നെ പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങൾ കുറച്ച് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് എഡിറ്റ് ചെയ്യാനും ഉണ്ട്, അതുപോലെ പ്രിപ്പയർ ചെയ്യാനും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ അവിടെ ചെന്ന് പറയണത് പോലെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇതൊന്നും അല്ല അവിടെ ചെന്ന് നടക്കാൻ പോണത്, എന്നാലും ഭയങ്കര പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പീരീഡ് ക്ലാസ് ഇല്ലായിരുന്നു, തേർഡ് പീരീഡും ഇല്ല. ഈ സെക്കൻഡ് പീരീഡ് മാത്രമാണ് ഇന്ന് ക്ലാസ് ഉള്ളത്.
ഉച്ചയ്ക്ക് ശേഷം പ്രസൻറ്റേഷൻ. അപ്പോൾ ഇതാ കോളേജിലോട്ട് പോവുകയാണ്. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ കുറേ പ്രസൻറ്റേഷനിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്ന്, അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് വ്ളോഗ് എടുക്കണ കാര്യമൊക്കെ മറന്നുപോയി. ഓക്കെ, അത് അടുത്ത പീരീഡ് ആകുമ്പോൾ സെറ്റാക്കണം. കോർണിയോമീറ്റർ എന്താണോ TWL, how it is measured. നന്ദു ഒരു ആൻസറിനെ ഇല്ലാത്തൊരു കുട്ടി. ക്ലാസ്സിലും വരൂല, കഴിഞ്ഞ ക്ലാസ്സിൽ പോയി. അപ്പൊ എനിക്കറിഞ്ഞൂടാ, ഞാൻ എന്തായാലും ചെയ്തേ. ക്ലാസ്സിലും വരൂല, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ നടക്കും, എന്നിട്ടൊരു വർക്കും ചെയ്യൂല. എന്തിനാ കോളേജിൽ കുട്ടിയെ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കണം. ഇതാണ് നമ്മുടെ കുട്ടി എന്ന് പറയുന്നത്, വാദിക്കുന്ന കുട്ടി. വല്ലവന്റെ നോട്ട് ഇവിടെ നിന്ന് എവിടെയോ കിട്ടിയത്, ബെഞ്ചിന്റെ അടിയിൽ കിട്ടിയ ആരുടെയോ നോട്ടില്. ഇതിലെന്ത് പഞ്ചായത്ത് വക നോട്ട്ബുക്കാണിത്. ആ ഡയലോഗ് എവിടെ നിന്ന് കിട്ടിയത്? അതൊക്കെ കിട്ടും. എന്നിട്ട് ആരോ എഴുതിയ വഫയുടെ റെഫറൻസില് വഫ നോക്കി എഴുതിയത് അവൾ എഴുതിയേക്കണ് മന്ദബുദ്ധി. നീ ഞാൻ നോക്കി എഴുതിയിരിക്കണം മന്ദബുദ്ധി. എന്നിട്ട് എന്തെന്ന് പറയണം, ഗ്രൂപ്പിൽ ഇത് ഓൾറെഡി വന്നത് എഴുതാൻ. എന്നിട്ട് മന്ദബുദ്ധി പറയണേ മാം പഠിക്കാൻ വിട്ടതായിരിക്കും. അപ്പോഴും അത് ഓർമ്മയില്ല, പൊഴത്തി. എന്നിട്ട് എന്നെ കുറ്റം പറയാൻ വന്നേക്കണോ. അങ്ങനെ പോയ സ്പീഡിൽ തന്നെ തിരിച്ചെത്തി. എന്തിനാണാവോ അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ എഴുതി, വർക്കുള്ളതൊക്കെ എഴുതി വെച്ച്. അപ്പം എന്താ മാം ഗ്രൂപ്പിൽ പറയണ ഇന്ന് ക്ലാസ് ഇല്ല, അത് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ എടുത്തോന്നു. അങ്ങനെ ശശിയായി ഇതാ തിരിച്ചും ഹോസ്റ്റലിലെത്തി. എന്തായാലും ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പം ഫ്രീ കിട്ടിയ നന്നായി. കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് PPTയിൽ. അപ്പോൾ ബാക്ക് ടു വർക്ക്. അമ്മേ, So these three key relations. So I will explain the properties of this key. അങ്ങനെ കാത്തിരുന്ന് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഒരു ഫീൽ ഓഫ് ഒരു സമാധാനമുണ്ട്. കുറച്ച് നാളായി പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് നടക്കണം. അറ്റ് ലാസ്റ്റ് കഴിഞ്ഞു, വയർ നിറച്ച് കിട്ടി. അങ്ങനെയല്ല, നേരത്തെ കിട്ടുന്നതിലൊരു അളവ് കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ പ്രിൻസിപ്പളും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് പേടി കൂടുതലായിരിക്കില്ലേ. നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ എല്ലാ ടീച്ചർമാരും വരും പ്രസൻറ്റേഷൻ ആണെങ്കിൽ. പക്ഷെ ഇപ്രാവശ്യം അതിലൊരു കുറവുണ്ടായിരുന്നു, എല്ലാ ടീച്ചർമാരൊന്നും വന്നില്ല. അപ്പോൾ തന്നെ പേടി കുറച്ച് കുറയും. അങ്ങനെ അത്ര ടെൻഷനൊന്നുമില്ല. ഈ ടെൻഷൻ ഇല്ലേലും കൈയൊക്കെ ചുമ്മാ അങ്ങ് തണുക്കും പ്രസൻറ്റേഷന് മുമ്പായിട്ട്. ഇന്ന് എനിക്ക് തീരെ അങ്ങനെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കൈയൊക്കെ ഇങ്ങനെ തണുക്കും. പേടിയില്ല, പക്ഷെ കൈയൊക്കെ തണുക്കും. അതെന്താണ് അതിൻ്റെ ഒരു ഫിനോമിന എന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്, നന്നായിട്ട് കഴിഞ്ഞ്. കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി അതൊക്കെ ശരിയാക്കണം. ഇനി ഒരു മോക്ക് പ്രസൻറ്റേഷനും കൂടെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ഞാൻ അതിലും കൂടെ വയ്യ, എനിക്കിഷ്ടമല്ല ഇങ്ങനെ പ്രസൻറ്റേഷൻ. ഇനി മോക്കും കൂടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഓക്കെ, അതിൽ എല്ലാം ഒന്ന് സെറ്റാക്കണം, ഇതിനെക്കാട്ടി സെറ്റാക്കണം. ഓക്കെ, ഇനി ഉച്ചയ്ക്ക് ശേഷം 2 പീരീഡ് ഇല്ല, 3ാമത്തെ പീരീഡ് മാത്രമേ ഉള്ളൂ. അതായത് 3 to 4. ഞാൻ പോകുമെന്ന് തന്നെ ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. മടിയാണ് പോവാനായിട്ട്. ചിലപ്പോൾ പോവും, അറ്റൻഡൻസിൻ്റെ സീനുള്ളതുകൊണ്ട് ചിലപ്പോൾ പോവും, ഇല്ലെങ്കിൽ പോവില്ല. പിന്നെ ഞാൻ പ്രസൻറ്റേഷൻ കഴിഞ്ഞ സന്തോഷത്തിൽ, അതിൻ്റെ സന്തോഷമൊന്നുമല്ല, ചെറുതായിട്ട് എനിക്ക് കൊതി വന്ന് ബിങ്കോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ബിങ്കോ വാങ്ങി. അങ്ങനെ ലേസും കാര്യങ്ങളൊന്നും കഴിക്കാറില്ലായിരുന്നു. മൂന്താലി മാത്രം ഇടയ്ക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തപ്പോൾ കഴിക്കും. ഇന്ന് താത്തയുടെ കടയിൽ മൂന്താലില്ല, അപ്പം ബിങ്കോ വാങ്ങിയിട്ടുണ്ട്. സോൾട്ട് ഫ്ലേവർ, സോൾട്ട് അല്ല കേട്ടോ, ഓണിയൻ എന്തോ ഒരു ഫ്ലേവർ. ഓക്കെ, പച്ച. ഇതൊക്കെ തന്നെ കാര്യങ്ങൾ.
ഗൈസ് നോക്കൂ, ഇതാരാണ് ഇരിക്കണേന്ന് കണ്ട. ഈ ചെറ്റയാണെങ്കിൽ എൻ്റെ ഐ ഡി കാർഡ് ഞാൻ കാണിക്കില്ല. അപ്പോൾ നമ്മളിതാ പിന്നെയും കോളേജിൽ വന്ന് കോളേജിൽ വരേണ്ട ഒരു ഭയങ്കര ആവശ്യം ഉണ്ടായിരുന്നു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവളെന്തിനാ എന്തോ ഇവളങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. കുത്തിപ്പൊക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ അടുത്തൊരു കടയുണ്ട്, നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഷറഫ് ചേട്ടൻ പണ്ടത്തെ ഷറഫുക്ക മെസ്സിന്റെ കോർഡിനേറ്റർ, ആ മെസ്സിലുണ്ടായിരുന്ന ചേട്ടനായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തൊരു കഫേ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഞാൻ അവള് കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു, അപ്പം അവള് പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ കാണിച്ചു കൊടുക്കുന്നോ ബർക്കാസ്, അങ്ങനെയാണ്. ബസ്കാസ് ബറാണോ ബസ്സ ബർക്കാസ് കഫേ. ഓക്കെ, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഷുഗർ കട്ടാണ്. ഞാൻ സ്ട്രിക്റ്റ് ഒന്നുമില്ല. നമുക്ക് കഴിക്കാൻ തോന്നി അങ്ങ് അറ്റം ആഗ്രഹം വന്നാൽ കഴിക്കും കേട്ടോ. നമ്മൾ ഇനി അത് തന്നെ ആഗ്രഹങ്ങളൊന്നും നമ്മൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. കാണിച്ചുതരാം, കട കാണിച്ചുതരാം. ബർക്കാസ് കഫേ ഒരു കുഴിക്കകത്ത് പോലെയാണ് കട ഇരിക്കുന്നത്. കുറച്ചങ്ങോട്ട് പോണം. അപ്പം അത് നന്ദുവിനൊരു ചാലഞ്ചാണ്. ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ. കൂൾ ഡ്രിങ്ക്സ്, ടീ, കോഫി. ഇതാണ് നമ്മുടെ കഫേ. ഓക്കെ, നമ്മൾ ഒരു 2 അവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് വിത്ത് ഐസ്ക്രീമാണ്. ഇന്നപ്പം ഷുഗർ കട്ട്, എനിക്ക് അവൽ മിൽക്ക് ഇഷ്ടമല്ല, എന്നാലും കഴിക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് ഹെൽത്തി അല്ലേ, ചുമ്മാ ഞാൻ ഇപ്പം ഇറക്കണേണ് കേട്ടോ. ഷുഗർ കട്ടാകുമ്പോൾ ഞാൻ പലതും പറയും. അങ്ങനെയല്ല, ഇന്ന് ഞാൻ അപ്പം ഷുഗർ കഴിക്കും. ഈ ചീറ്റ് ഡേ ആണ് നമ്മുടെ. ഭയങ്കര ആഗ്രഹം കഴിക്കാൻ. ഷുഗർ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മൾ വർക്കൗട്ടും ചെയ്യാണ്ട് ചെറുതായിട്ടൊക്കെ വണ്ണം കുറഞ്ഞു. അവിൽ മിൽക്ക് എത്തിയിട്ടുണ്ട്. ടേസ്റ്റി. അങ്ങനെ ഇതാ അവിൽ മിൽക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മളിതാ പാർക്കിൽ വന്നിരിക്കുകയാണ്. കുറേ നാളായില്ലേ ഷുഗർ കട്ടൊക്കെ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഷുഗർ വലിച്ചു വരി കുടിച്ചപ്പോഴേക്കും എന്തോ ഒരു ഛർദ്ദിക്കാൻ പറഞ്ഞ ഫീലിംഗ്. നന്ദുവിനും ഉണ്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ്. പക്ഷെ അവിൽ മിൽക്ക് കൊള്ളായിരുന്നു. പക്ഷെ അവൽ മിൽക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ കുടിച്ച്, എനിക്ക് ഇന്ന് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. റജമ്മയുടെ ബർത്ത്ഡേ ആണ്. എനിക്ക് റജമ്മ തന്നെ കൊണ്ടുവന്നത്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇനി നമ്മള് കുറച്ചേരം പാർക്കിൽ ഇരിക്കാന്ന് വിചാരിച്ച്. വെയിലാണ്, പക്ഷെ നമ്മൾ ഈ സമയം ഇവിടെ ഇരിക്കാറില്ല. ഇന്നെന്തോ ഇവിടെ വന്ന് ഇരിക്കാന്ന് വിചാരിച്ചു. എപ്പോഴും റൂമിൻ്റെ അകത്തല്ലേ അങ്ങനെ. പക്ഷെ വെയിൽ വന്നിട്ടുണ്ട്. സൂര്യ അവിടെ ഉണ്ട്. കണ്ട സൺകിസ്റ്റ് പറഞ്ഞുണ്ട. അതൊക്കെ തന്നെ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നൊരു കോളേജിലെ കാര്യങ്ങളും ഡേ ഒന്നും കോളേജ് ഇല്ലായിരുന്നു സംഭവം, പ്രസൻറ്റേഷൻ മാത്രം. അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ പറ.